നമസ്കാരം. നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കലക്കൻ ടീമായിട്ടാണ് കേട്ടോ. കലക്കൻ എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നമ്മുടെ ഒപ്പം കലക്കിൻ്റെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിലെ പാട്ടുകളെല്ലാം AI ഉപയോഗിച്ചാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ക്യൂരിയസ് ആയിട്ടില്ലേ? അപ്പോൾ നമുക്ക് കലക്ക് ടീമിനെ പരിചയപ്പെടാം അല്ലേ? ഹായ്. അപ്പൊ ഈ കലക്ക് എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് എത്തിയത് ഈ ഒരു സിനിമ പേരിലേക്ക്? കലക്കിന്റെ രണ്ടാമത്തെ പേരാണ്. ശരിക്കും ഞങ്ങൾ ആദ്യം ഇട്ടിരുന്ന പേര് വേറെ പേരായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സുഖക്കുറവ് ഇങ്ങനെ അന്വേഷിച്ചടക്കുമ്പോഴാണ് എഡിറ്റിംഗ് സമയത്താണ് കലക്ക് കിട്ടുന്നത്. കുറേ പേര് ഈ സിനിമയിൽ ഈ വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, കലക്ക് കലക്ക് എന്നുള്ളതും കലക്കാം എന്ന് പറയുന്നതും. അപ്പോൾ നോക്കിയപ്പോൾ അതിന് പല അർത്ഥങ്ങളുള്ള സെയിം വേർഡാണ്. ഇതിലൊരു കല്യാണം കലക്കുന്നതായിട്ട് ആസ്പദം ഉണ്ടതല്ലേ. അപ്പൊ അതും വിഷം കലക്കാന്നൊക്കെ പറയുന്ന നാടൻ പ്രയോഗങ്ങളും അതിൽ നിന്നൊക്കെ ഇങ്ങനെ കലക്ക് ഷോർട്ടാക്കിയിട്ട് വേർഡ് കിട്ടിയത്. അങ്ങനെയാണ് കലക്കിലേക്കത്. അപ്പൊ ഈ കലക്ക് എന്ന് പറഞ്ഞത് ഒരു ചുണ്ട്, സ്മൈൽ അതൊക്കെയാണല്ലോ. അത് ഡയറക്ടർ ബ്രില്യൻസ് ആണോ അതോ ബ്രില്യൻ്റ് ആണെന്ന് അവരല്ലേ പറയണ്ടത്? എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പറയാ? ഞാൻ തന്നെ പറഞ്ഞ മോശമായി പോകും. ഇല്ല, ചുണ്ടിന്റെ ഒരു സ്കെച്ച് കൊടുത്തിരുന്നു. ചിരിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാളുടെ കല്യാണം കലങ്ങുന്ന കാണുമ്പോൾ ഒരു ചിരി, അതൊക്കെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. ഇത് കലങ്ങി എന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ കൂടെ നടന്നിട്ട് നമ്മളെ കലക്കാം എന്ന് പറഞ്ഞ പരിപാടിയും ഇതിനെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടിയില്ല. നമ്മൾ ഈ പരിപാടി കലക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പ് കലക്കി എന്നൊക്കെ പറയും. അപ്പോഴും അതൊരു ഹാപ്പിനെസ് തന്നെയാണല്ലോ. അങ്ങനെയാണ് കലക്കിന്റെ ഈ ലോഗോ അല്ലെങ്കിൽ ഈ ടൈറ്റിൽ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഡയറക്ടർ ബ്രില്യൻസ് അല്ല എന്നാണ് പറയുന്നത്? അല്ല, ആണ് ഡയറക്ടർ ബ്രില്യൻസ് ആണ്. അത് ഇങ്ങനെയാണ് വന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആണോ അതോ നിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെട്ടതാണോ? ഇതിലേക്ക് എത്തിപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അതെ, ഓഡിഷൻ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശബരീനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ ചെന്നു. ശബരിക്ക് എൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണം ഒരു വർഷം കഴിഞ്ഞിട്ട് വിളിച്ചു എന്നെ. അങ്ങനെ ഇതിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ കലക്കിൻ്റെ കാര്യം തന്നെ, എല്ലാം കലങ്ങി തെളിയാന്ന് പറയില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണല്ലോ ശരിയാവുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? അതുപോലെ തന്നെ കാസ്റ്റിംഗ് കോൾ തന്നെയായിരുന്നു. ഇപ്പോൾ ശബരിയേട്ടൻ കാസ്റ്റിംഗ് കോൾ കണ്ട് എൻ്റെ ആക്ടിങ് കണ്ടു ഓക്കെ ആയി തോന്നി. എന്നിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആ ഒരു ക്യാരക്ടറിന് വേണ്ടൊരു ഫിസിക്ക് ഫീൽ ചെയ്തു. അറ്റ് ദി സെയിം ടൈം ആക്ടിങ് ഓക്കെ ആയി തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി ഇനി നമുക്ക് അവിടെ വന്നിട്ട് ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഒക്കെ ശബരിയേട്ടൻ്റെ കോൺഫിഡൻസിലാണ് നമ്മളവിടെ എത്തുന്നത്. എന്നിട്ട് പിന്നെ അവിടെ എത്തി എല്ലാവരുമായിട്ട് നല്ല പരിചയമായി. അപ്പോൾ പിന്നെ എല്ലാവരും പിന്നെ അവിടെ എന്ന് വെച്ചൊരു ഫ്രണ്ട്സ് വൈബ് തന്നെയായിരുന്നു കംപ്ലീറ്റ്ലി. അങ്ങനെ എല്ലാം ഒരുപാട് ശരിയാക്കേണ്ടി ഒന്നും തോന്നുന്നില്ല കുറച്ചൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ രസമാണ് വഴിയെ പറയാം. അതായത് നമുക്ക് ഫസ്റ്റ് ഡേയ്സ് തന്നെ നമ്മുടെ ഷോട്ട് വെക്കണമെന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഓരോരുത്തരും പരിചയപ്പെട്ട് വരുന്നത്. എസ്പെഷ്യലി ഈ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എല്ലാവർക്കും. പകലുറക്കങ്ങളായിരുന്നു എല്ലാവരുടെയും. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പരിചയപ്പെട്ട് വഴിയാണ് നമ്മളെല്ലാവരും സെറ്റിലൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ എത്തും. പക്ഷെ ആരുടെ ഷോട്ട് എപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇവരെ കാണുന്നു, പരിചയപ്പെടുന്നു, നല്ല രസമായി പോകുന്നു. അങ്ങനെ അവസാന ഡേയ്സിക്ക് ആകുമ്പോൾ നമ്മുടെ ഷോട്ട് വരിക. ബട്ട് എല്ലാവരും നല്ല പേഷ്യൻ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ. ചേട്ടൻ എങ്ങനെ എത്തിയത്? ഞാനിതിലേക്ക് എത്തുന്നത് കാസ്റ്റിംഗ് കോൾ വഴി അല്ല, സുഹൃത്താണ്. പിന്മാതിൽ നിയമനായിരുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമഡി ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു പ്രൊജക്റ്റായി അത് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വലിയ സന്തോഷം. ഈ സിനിമ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓഡിഷനൊക്കെ വഴിയാണല്ലോ എത്തിയത്. ഇതിന് എത്ര കൊല്ലം മുന്നേ അല്ലെങ്കിൽ എത്ര നാൾ മുന്നെയാണ് ഈ ഒരു സിനിമ മനസ്സിലുണ്ടായിരുന്നത്? അല്ല, ഈ സബ്ജക്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു സബ്ജക്റ്റാണ്. നമ്മൾ വേറൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. IAS എന്ന് പറഞ്ഞൊരു പഠനം. അതിൻ്റെ ഓഡീഷനിലാണ് വികല് വരുന്നത്. ഓഡീഷനിലെ ഏറ്റവും അഹങ്കാരിയായിരുന്നു അവൻ. ജാട പുച്ചെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ പേടിച്ചു പോയി. ഇവനെ ഏതാ അങ്ങനെയൊക്കെ ആയിരുന്നു. വന്ന് വേണമെങ്കിൽ അഭിനയിക്കാം അങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരുന്നു. വെറുതെ ചുമ്മാ ഒരു ഓഡീഷൻ വന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടായിരുന്നു ആളെന്നെ. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ഇവർ ഓഡിഷനൊക്കെ ഓൾമോസ്റ്റ് അവസാനിപ്പിച്ച ഒരു ടൈമായിരുന്നു. കാരണം ഇവർ ഈ ഓഡിഷൻ നടത്തുന്നുണ്ടായിരുന്ന മീഡിയ, അപ്പോൾ അവർക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാനും വൈഫും കൂടിയാണ് വന്നത്. അപ്പോൾ ശരി പറഞ്ഞു, ഇവർക്കാണെങ്കിലും എന്തായാലും വന്നതല്ലേ, വിളിച്ചിട്ടാണ് വന്നത്, ചെയ്തു വിട് എന്നുള്ള രീതിയിലാണ് ഇവരും വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തി, ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ശബരി എന്നോട് പറഞ്ഞു കൊള്ളാം, എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റെഡിയായി. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച കോള് വരും. പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കോൾ ചെയ്തപ്പോൾ ഞാൻ ആരാന്നാ ചോദിച്ചത്. അഹങ്കാരം വീണ്ടും 6 മാസം കഴിഞ്ഞ് നമ്മൾ വിളിക്കുകയാണ് ഒരാളെ. അപ്പോൾ പറയുമ്പോൾ ആരാണ്? ഞാൻ പറഞ്ഞു ഓഡീഷനിൽ വന്നിരുന്നില്ല ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ ഒരുപാട് ഓഡീഷനിൽ പറഞ്ഞു. അതിൽ പറ ഞാൻ പറഞ്ഞു തൃശ്ശൂരുള്ളതെന്ന് പറഞ്ഞു. തൃശ്ശൂരും ഞാൻ ഒരുപാട് പോകാറുണ്ട്.
എല്ലാ ആഴ്ച ഓരോ ഓഡീഷൻസ് ഉണ്ടാവും. അപ്പോൾ തൃശ്ശൂരാന്ന് പറഞ്ഞാലും നമുക്ക് കത്തില്ല. അല്ലാതെ ഞാൻ പറഞ്ഞു അങ്ങനെ, പിന്നെ ആരും ഈ പോയവരാരും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് വിളിക്കുന്നു എന്നോളം പറഞ്ഞു. ഓ വികൽ എങ്ങനെയാണ് അന്ന് ജോസഫ് പിന്നെ എന്താ പറയുക, ഇവിടെയുള്ള ആളാണ്, അങ്ങനെ മെമ്പറാണല്ലോ, പിടിച്ചെടുത്തു അവൻ. കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന, ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ വിചാരിച്ചിരുന്ന, അങ്ങനെ നിൽക്കുന്നു. പിന്നെ ജോസഫിൻ്റെ ഇത് കൂടെയാണ്, പിന്നെ പോകുന്നില്ല. കുറെ നോക്കി രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചതുകൊണ്ട്, ഇവ രക്ഷപ്പെടാണെങ്കിൽ പോയല്ലോ, ഇല്ലെങ്കിൽ എല്ലാ റോളാണെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. മേക്കപ്പ് ചെയ്യണോ ഞാൻ ചെയ്യാം, എന്തിന് കുറെ ആൾക്കാരൊക്കെ ഞാൻ തന്നെ ചെയ്യില്ലേ 10. എനിക്ക് പറഞ്ഞാൽ ഞങ്ങള് ആദ്യത്തെ ദിവസം വരുമ്പോ തന്നെ സെറ്റിലെത്തിയപ്പോൾ തന്നെ ജോസഫ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഞങ്ങളെ ഇന്ന സ്ക്രിപ്റ്റ്, ഇന്ന പേജ് എന്നൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒക്കെ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, വെറുതെ അനാവശ്യം പറയുന്നുണ്ടോ. ഇവരൊക്കെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഞങ്ങൾ വിചാരിച്ച ശരിക്കും ജോസഫ് ക്രൂവിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച, അസോസിയേറ്റോ അങ്ങനെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് പുള്ളി അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നത്, അതും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ പ്ലാനിങ് അങ്ങനെയായിരുന്നു. നമുക്ക് ഇത്ര 50ഓളം ആർട്ടിസ്റ്റ് ഉണ്ട് പടത്തിൽ. അപ്പോൾ ഞാൻ ഒരേ സമയം ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്കി ആർട്ടിസ്റ്റ് വെറുതെ ഇരിക്കല്ലേ, ഇവരൊക്കെ ക്രൂ, അങ്ങനത്തെ ഒരു പ്ലാൻ ഉദ്ദേശിച്ചിരുന്നേ. പക്ഷെ അങ്ങനെ എല്ലാവരും ഓക്കെ അല്ലായിരുന്നു. എല്ലാം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഒറ്റയ്ക്കല്ല, ഒരു ടീമുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അമലുണ്ട്, അൽത്താഫ്, അങ്ങനെ കുറച്ച് ടീമുണ്ട്. അവരെല്ലാം ചെയ്യും, എല്ലാം ചെയ്യണം. അങ്ങനെ തന്നെയായിരുന്നു. ഡയറക്ടർ തന്നെയാണ് എല്ലാം. ഇതിൻ്റെ ഒരു സംഭവം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷനും കട്ടും പറയാൻ ഡയറക്ടറാണല്ലോ. അപ്പോൾ ഡയറക്ടർ ഓടി നടക്കണം, ഇവിടെ പറഞ്ഞു കൊടുക്കുക അവിടെ പറഞ്ഞു കൊടുക്കുക. കാരണം ലിമിറ്റഡ് ടൈമാണ് എപ്പോഴും. ബഡ്ജറ്റ് കുറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങളല്ല ശരിക്കും, അതിന് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ആ എഫേർട്ട് പുള്ളി എടുത്തോണ്ടിരിക്കുക, കിടന്ന് ഓടി നടന്നുകൊണ്ടിരിക്കുക. ഒരു ഷോട്ട് കൂടെ കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ഷോട്ട് അവിടെ റെഡി ആയിട്ടുണ്ടാവും, അങ്ങോട്ട് ഓടണം. അങ്ങനെ എന്തായാലും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അതേപോലെ സാധാരണ നമ്മൾ സിനിമയിൽ 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം 2 സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കണല്ലോ, ഡയറക്ടർ വേണം. അപ്പൊ നമ്മളിവിടെ വെയിറ്റ്, ഡയറക്ടർ വിളി, ആളെ അവിടെ നിന്ന് ഓടി വരാം. ചിലപ്പോ 2nd ഫ്ലോറിലൊക്കെ ആവും ഷൂട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരാം, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടി വരാം. രസമായിരുന്നു. എല്ലാം കലങ്ങി തെളിഞ്ഞു അല്ലേ? അതെ അതെ അതെ, കൃത്യമായിട്ട് ആ പേരും എത്തി. അതെ, കലക്കായി. ഇപ്പൊ ഈ AI പാട്ടാണല്ലോ സിനിമയിൽ മുഴുവൻ. എന്തുകൊണ്ടാണ് AI-നെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച ഒരു സോഷ്യലി ഒരു പ്രാധാന്യം കിട്ടാനാണോ അതോ നമ്മുടെ സ്വന്തം ഇനിഷ്യേറ്റീവ് ആണോ? രണ്ടുമല്ല, പൈസ ഇല്ലാത്തോണ്ടാണ്. സത്യസന്ധമായ കാര്യമാണത്. എന്റെ ഫ്രണ്ട് തന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് ഒരു 75,000 രൂപ വേണ്ടി ഒരു പാട്ടിന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂട്ടി ഒരു 5 പാട്ടൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും പണയം വെക്കാനൊന്നും ഇല്ല എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോ അപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ നോക്കിയതാണ്. അപ്പോ ഇത് ടെക്നോളജി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ നടക്കും, വിജയിക്കും എന്ന് വിചാരിച്ചില്ല. എല്ലാവരും ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇത് കാരണം ലിറിക്സ് എഴുതണം ഞാൻ തന്നെ എഴുതിയില്ല. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ചെയ്ത് ആര് എഴുതുന്നുള്ളത് എല്ലാവരും ചോദിക്കും, ഇത് ആര് എഴുതുന്നുള്ളത്. പിന്നെ ഇത് എന്ത് ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നത് ഭയങ്കര പ്രഡിക്റ്റബിൾ അല്ല. നമുക്ക് ഇത് ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു പീസ് കിട്ടും, ഒരു 5 സെക്കൻഡ് ഒക്കെ. അതെന്താണ് നമ്മൾ ഉദ്ദേശിച്ച് തന്നെ കിട്ടണമെന്നില്ല, നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തു. അപ്പൊ ഇതാണ് ഫണ്ടില്ല, ലാഭം ഇതായിരുന്നു. പണി തന്നിരുന്നോ? പണി തന്നിരുന്നു, നന്നായി പണി തന്നിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ 14 ദിവസം ഒരു ഉറക്കില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്ന സംഭവമാണ്. ഒരു വാശിയായി, ഇതെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്കൊരു ഒരു വിഷൻ കിട്ടി ഇതിൽ നടക്കും എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെ എക്വയർ ചെയ്യുന്നുള്ളതായിരുന്നു സംശയം. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെയാണ് നടന്നത്. ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്തു. മാക്സിമം മനുഷ്യനായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കുന്നതാണ് നമ്മൾ ആ വോയിസും ബ്രത്തും. കാരണം ഇത് നിർത്താതെ പാടുന്നതാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ നിർത്താതെ പാടല്ലോ. ഒരു പാട്ടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒപ്പം പാടാൻ പോലും പറ്റില്ല. അപ്പൊ അത് നോക്കി നമ്മൾ ആ ബ്രത്ത് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനത്തെ ഓരോ പണികൾ കിട്ടിയിരുന്നു. ശരിക്കും പണിയെടുത്തു. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓഡിഷൻ വഴിയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും സിനിമയിലേക്കാണ് വിളിക്കുന്നത്, ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിംസോ സീരീസോ ഒന്നല്ല, അത് ആദ്യമേ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശബരി. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിനിമ, അതും ശബരിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ ക്ലിയർ ആക്കി. ചുമ്മാ വന്ന് തല കാണിച്ച് പോകുന്ന ഒരു പരിപാടിയല്ല, നമ്മളെല്ലാവരും ഉണ്ട് ഇതിലൊരു നായകൻ നായിക അങ്ങനെയല്ല, നമ്മളെല്ലാവരും അതിൻ്റെ പാട്ടാണെന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം നമുക്ക് അറിയാം. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് കൂടുതലും ഷൂട്ട് വരുന്നത്. അതിൻ്റെ ഒരു കൂടുതൽ 90% 6 മണി തൊട്ട് തുടങ്ങി 6 മണി വരെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ കോപ്പിന് ഇരിക്കണം, ഞാൻ ബാക്കിയുള്ള ഇറങ്ങും. അതെ, ശരിക്കും എൻജോയ് ചെയ്തു. മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറെ നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എൻ പോയിന്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണെന്നുള്ളത്, കാണുന്നുണ്ട്. ഇപ്പോൾ
ചുമ്മാ സമയം പോകുന്നതല്ല, ആ എഫേർട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇപ്പം നമ്മൾ ഷോർട്ട് ഫിലിംസിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ അവസരങ്ങളെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു സിനിമയായിട്ടും ഒരു സിനിമയിൽ ഒരു പക്ഷേ എല്ലാവർക്കും റോള് തരാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു ക്യാരക്ടർ റോൾ കിട്ടുക എന്നുള്ളത് എളുപ്പമല്ലല്ലോ. അപ്പം ഇവിടെ ശബരിയായിട്ട് വിളിക്കുന്ന സമയത്തായാലും ആണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമ്മളോട് പറയുന്നുണ്ട്, പക്ഷെ നമ്മളവിടെ മുങ്ങിപ്പോകുന്നില്ല. ലൈക്ക് നമുക്കും ഒരു ക്യാരക്ടർ അവിടെ ഉണ്ട്. അപ്പം അത് അഷ്വർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ചേട്ടൻ്റെ കോൺഫിഡൻസിൽ നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ കേസ് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ അവിടെ വന്ന് നമ്മൾ അത്ര എഫേർട്ട് ഇട്ട് നമ്മൾ ആ ഒരു പടത്തിലുണ്ടാവും അവസാനം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരെയും സംബന്ധിച്ച്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ലൊരു റോൾ എനിക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കാണെങ്കിലും ഇപ്പോൾ കുറച്ച് സ്ലിം ആണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരാൾ തന്നെയാണ് അതിലേക്ക് ആവശ്യം എന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റ് ഒരു ഡീറ്റെയിലിംഗ് ഉള്ളൊരു ക്യാരക്ടർ ആണെന്ന്, അതാണ് എന്നെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഫാക്ടർ ആയിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതായിരുന്നു. നിന്റെ ആദ്യ പടല്ലത് നീ പറഞ്ഞില്ല, ഞാൻ നോട്ട് ചെയ്തു. അല്ല, ആദ്യം പടം ഇത് കഴിഞ്ഞിട്ട് അഭിനയിക്കുമല്ലോ. അതെ അതെ. അല്ല, അതാണ് ഞാൻ അതെന്നെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സിനിമയാണ് എന്നുള്ളൊരു ആ ഒരു ബോധ്യമുണ്ട്. ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗാണ്. പക്ഷെ പ്രോപ്പറായിട്ടൊരു സിനിമ എൻ്റെ ആദ്യത്തെ കലക്കാണ്. എവിടെ പോയാലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ പറയുന്നൊരു സംഭവം ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴാണെങ്കിലും, ഇപ്പൊ ഇതിനു മുമ്പാണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ റോളാണ്, വലിയ ക്യാരക്ടേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് കാസ്റ്റിങ്ങിലൊക്കെ. ഇതവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന്റെ ഒരു പ്രോപ്പർ സംഭവം ഉണ്ടെന്ന്. പിന്നെ പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടന്നപ്പോൾ നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട് കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഓക്കെ പറഞ്ഞത് തന്നെയാണ് നടന്നിട്ടുള്ളത്, അല്ലാതെ ചുമ്മാ പറഞ്ഞതല്ല. അപ്പൊ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല എക്സൈറ്റ് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇപ്പൊ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഫ്രണ്ടും ഡയറക്ടറും എന്താണ് ഒരു വ്യത്യാസം? ആയിരുന്നു ഇനി പടം കഴിഞ്ഞിട്ട് മാറിയോ പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മള് ഒരു കൂട്ടായ്മയുള്ള സിനിമ, ഇത് നമ്മൾ സിനിമ ചെയ്യാണ്. അപ്പൊ ഇതിനു വേണ്ടി കുറെ ടെൻഷൻ അടിക്കണം, നമ്മൾ അങ്ങനത്തെ ഒരു മൂഡിലല്ല ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവൻ പറയും നമ്മള് ഇതൊരു ഹാപ്പി ആയിട്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ചെയ്യുന്നത്, നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, അത് ഇപ്പൊ ആരും ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫുൾ ഷൂട്ട് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കണ്ടിന്യൂസ് നമുക്ക് ഇത്രയും നൈറ്റ് ഷൂട്ടൊക്കെ പോകുമ്പോഴും ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു കൂട്ടായ്മ ആയിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളതായിരുന്നു. ജോസഫിന്റെ ബേസിക്കലി പകൽ ഉറങ്ങുന്നവനാണ്, അതുകൊണ്ട് അവൻ ഈ സിനിമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉറക്കണം, ജോസഫിന് ഓണായി വരും. 10 മണി കഴിഞ്ഞാൽ പിന്നെ ജോസഫ് രാവിലെ ഇല്ല, പിന്നെ ഉറങ്ങണം. അപ്പൊ ഇത് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അറിയാവുന്നവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഓഡീഷനിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇത് 23 ജനുവരിയിലാണ് ഞങ്ങൾ വീരുന്നത്. അന്ന് വേറെ പടത്തിനാണ്, പിന്നീട് പരിചയക്കാരായതാണ്. അങ്ങനെ കുറെ പേര് ഓഡീഷനിലാണ്. നമ്മളെ വെച്ചാൽ ഒരു സമയം എത്തിയപ്പോ അവസരങ്ങൾ നമുക്ക് ഉണ്ട് ഇതിൽ പടത്തില്, അപ്പൊ നമുക്ക് ഓപ്പൺ ആയി കൊടുക്കാം. അപ്പൊ ആരൊക്കെ പാഷനേറ്റ് ആണ് വരാം, അങ്ങനെ ഉണ്ടാവും. പോസ്റ്റർ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ആരെ വെക്കുന്ന ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഈക്വൽ ആണ് ഈ പടത്തില്. അപ്പൊ ഡിസൈൻ ചെയ്യുന്ന എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ തന്നെ ഭയങ്കര പ്രാന്തമായി, ഇത് ആരെ വെക്കും, എല്ലാവർക്കും റോളുണ്ട്, എല്ലാരും വെക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ്, പരിചയക്കാർ കുറവാണ്, എല്ലാം ഫ്രണ്ട്സ് ഉണ്ട്. ബാക്കി എല്ലാ ഓഡീഷൻ തന്നെയാണ്, രണ്ട് ഓഡീഷനാന്ന് മാത്രം. ഇപ്പൊ പാർട്ടാണ് കലക്കിന്റെ ഓഡീഷനിൽ വന്നതാണ്. വേറെ പടത്തിന് ആ പടത്തിലെടുത്തവർക്ക് നമ്മളൊരു പ്രോമിസ് കൊടുത്തിരുന്നല്ലോ, നമ്മൾ വിളിക്കും എന്നുള്ളത് സെലക്ട് ചെയ്തത്. പക്ഷെ അന്ന് ചില പ്രശ്നങ്ങൾ കാരണം വീട് നടന്നില്ല. പക്ഷെ അടുത്ത പടത്തിന് അതേ സെയിം ടീമിനെ വിളിച്ചു. അപ്പൊ ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടിയ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ളിൽ? എന്താണ് ഡയറക്ടറിന്റെ ചീത്ത കിട്ടിയില്ല, നല്ലത് കിട്ടിയില്ല. മനസ്സിൽ സ്മരിക്കുള്ള ആള് ഒരു ചിരി വെച്ചിട്ട് പുള്ളി അങ്ങനെ നടന്നു പോകും. പിന്നെ ലാലേട്ടനെ പോലെ പറയുന്നത് ആഗ്രഹമുണ്ട്, ചിരിയിലൊതുക്കും അല്ലെ. പോയാലൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ല, ഈ ചെറിയ പടത്തിൽ നിന്ന് മുടക്കി പോയവരുണ്ട്. ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് റോള് ചേർന്നൊക്കെ പോയവരൊക്കെ ഇല്ല. ഞാൻ ഇതിന്നും പോവും. അപ്പം ഇതിന്ന് പോയവരുടെ അടുത്ത് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇല്ല. അല്ല, ഇതെന്താ, ഈ ഫീൽഡില് ഓൾറെഡി കുറെ ഈഗോ പ്രശ്നം എപ്പോഴും നടക്കുന്ന കാര്യം. അത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഉണ്ടാവണ്ടെന്ന് മാത്രം വിചാരിച്ചു. അതിന് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി വരുന്ന സിനിമകളെ പറ്റില്ല. ഞാൻ ഇങ്ങനെ കേട്ടോ, പട്ടിയാട്ടത്തെ പോലെ അട്ട് ചേരക്ക്. ഈ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഈ സിനിമ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം എന്താണ്? അങ്ങനൊന്നുമില്ല.
തലമുറയ്ക്ക് ഒന്നും കൊടുക്കണമെന്നില്ല. ഇത് ജസ്റ്റ് ഫണ്ണായിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം. നല്ല മെസ്സേജ് വല്ലതും നമുക്ക് റെഫറൻസ് പറയാവുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വെട്ടം സിനിമ ഉണ്ടല്ലോ, അതുപോലത്തെ റെഫറൻസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മെസ്സേജ് എന്ന് ചോദിച്ചാൽ മെസ്സേജ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു എന്റർടൈനർ ആണ്. അല്ല, ഈ സിനിമ ഉദ്ദേശിച്ചാലേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, ഫിലിം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ജോലി തിരക്കുണ്ട്, എനിക്ക് വീട്ടില് സാമ്പത്തികം ശരിയല്ല, എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. എന്റെ ഒരു പീക്ക് കൊടുമുടി ഞാൻ എത്തിയപ്പോൾ സിനിമ ചെയ്യുന്നത്. അതായത് എന്റെ അച്ഛൻ മരിച്ചിട്ട് 6ാമത്തെ ദിവസം സിനിമയുടെ പൂജയായിരുന്നത്. ഏകദേശം 90% ആൾക്കാർ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. ഇത് ചെയ്യാം, പോസിബിൾ ആണ്. നമ്മൾ വിചാരിച്ചാൽ ഈ കാര്യം നടക്കും. അതിന് ടെക്നോളജി യൂസ് ചെയ്യാം, ഫ്രണ്ട്സിന് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാം, ഓപ്പൺ ആയിട്ട് പറയാം, നമ്മൾ ഇങ്ങനെ ചെറിയ സെറ്റപ്പിൽ ചെയ്യുന്ന പടമാണ്, നിങ്ങളെല്ലാവരും 100 അല്ല അതിന് കൂടുതൽ എഫർട്ട് എടുക്കേണ്ടി വരും, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉറക്കം അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതിനേരം നമ്മൾ വലിയ മെനു ഒന്നുമല്ല, ഫുഡ് ഉണ്ടാവുന്ന മാത്രം. അങ്ങനെയൊക്കെ കുറെ സാക്രിഫൈസ് ആയിരിക്കും, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ത്യാഗം ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും എല്ലാവരും കൂടി ചേരുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടക്കും. അത് ഒരു 2 മണിക്കൂറിന്റെ സിനിമ, അതിൽ 5 പാട്ടുമായിട്ട് 50 ആർട്ടിസ്റ്റോളം നമുക്ക് ചെയ്യാൻ പറ്റും. അത് പോസിബിൾ ആണ്. എനിക്ക് ഓഡിയൻസ് അല്ല, ഇത് ഈ സിനിഫൈൽസ് അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഞാൻ കേൾക്കുന്ന കാര്യം എന്റെ കൂടെ പഠിച്ചവർ ചെയ്യുന്നില്ല, ഇങ്ങനെ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. പ്രശ്നം സമയമില്ല, ബുദ്ധിമുട്ടാണ്, സ്ക്രിപ്റ്റ് എഴുതാൻ സമയമില്ല എന്നൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനെ സമയമല്ലേ, സ്ക്രിപ്റ്റ് ആണ് ഇത് എഴുതേണ്ടതില്ല, അതോടെ ഇംപ്രവൈസേഷൻ ആണ്. സെറ്റിലെത്തിയിട്ട് കുറെ സംഭവങ്ങൾ അവിടെ എത്തുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാം. മഴ പെയ്തിട്ട് ഷൂട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനത്തെ മൊമെന്റ്സിലൊക്കെ നമ്മൾ പുതിയ അപ്പോൾ സ്ക്രിപ്റ്റ് മാറും. അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ കൂടുതലും മെസ്സേജ് വേറെ ആർക്കും ഇല്ല, തലമുറയ്ക്ക് ഇതാണ് പറയുന്നത്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെയും ഇങ്ങനെയും ചെയ്യാം. ഇത് പിൻബലാണ് എനിക്ക്, ഇവർക്കും ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നാളെ ഒരു സ്ഥലത്ത് ഫേസ് ചെയ്യുമ്പോൾ ഒരു പ്രൊജക്ട് ഉണ്ട് കയ്യിൽ എല്ലാവർക്കും, അതാണ് അത് വലിയ ധൈര്യമാണ്. മിക്ക ആൾക്കാരും സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം ആണോ ചെയ്തത്, സീരീസ് ആണോ ചെയ്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ അല്ല, നമ്മൾ സിനിമ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയാൻ പറ്റുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ്. അതിൽ വന്നു പോലല്ല, അതില് ഇത്രത്തോളം എല്ലാവർക്കും ഒരേ സമയം ഉണ്ടാവും ഈ പടത്തില്. അതാണ് എഡിറ്റ് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും ബുദ്ധിമുട്ടിയ ഒരു സംഭവമായിരുന്നു. നമ്മളൊരാളെ വിളിച്ചെടുത്തിട്ട് ഇത് നടൻ, ഇത് നടി, ഇത് നടന്റെ കൂടെ നടക്കുക, ഇത് നടിയുടെ കൂടെ നടക്കുക, ഇങ്ങനെ പിന്നിക്ക് അങ്ങനെ ഒരു ഇതില്ല, ടോപ്പോഗ്രഫി ഇല്ല. എല്ലാവരും ഒരു സ്ട്രേറ്റ് ലൈനിലിട്ട് എല്ലാവർക്കും റോള്. അത് എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ അൾട്ടിമേറ്റ്ലി ആക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ക്യാമറയുടെ മുമ്പിലുള്ള എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കാരണം അതിപ്പോ ഈ മുമ്പിലിരിക്കുന്നത് ഏത് ക്യാമറയാണെങ്കിലും അതിന്റെ മുമ്പിൽ എത്ര നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാ ആക്ടേഴ്സിനും വേണ്ടത്. ആ ഒരു കാര്യത്തിൽ ഇതിൽ അഭിനയിച്ച ആക്ടേഴ്സിന് എല്ലാവർക്കും ആ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു പടം കിട്ടാണെങ്കിൽ ഇവർക്ക് ഇത് ഭയങ്കര സെറ്റപ്പ് സിനിമ തോന്നുന്നു, വലിയ പ്രൊഡക്ഷൻ ആണല്ലോ, ഭക്ഷണമൊക്കെ അങ്ങനെ തോന്നുന്നു. അപ്പൊ സന്തോഷമാണ്. ഞാൻ മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്തേ. ഈ 50 പേര് പോകുമ്പോ അവർക്കൊക്കെ സന്തോഷമാവും. അവരൊന്നും പറയില്ല, കിട്ടുമ്പോ നന്ദി കൂടും. അല്ല, അതും പറയാലോ, മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അതെ ഹാൻഡ് പിക്ക് ചെയ്ത് വിളിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവരായിട്ട് വിളിച്ച് അവർ വന്ന് ചെയ്തു നോക്കോളും. പാവങ്ങളാ. അപ്പൊ AI ആണ് സോങ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്തായിരുന്നു, ചേട്ടനോടല്ല, എന്തായിരുന്നു നിങ്ങളുടെ ഒരു റിയാക്ഷൻ? എനിക്ക് സർപ്രൈസ് ആയിരുന്നു. എനിക്ക് ശബരി സോങ്സ് അയച്ചു തരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ എനിക്കറിയായിരുന്നു പേഴ്സണലി പോസ്റ്റ് പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ എന്താണ്, സ്റ്റേജ് ഡബിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഡെയിലി ഡബേണ്ടി വന്നു, കാരണം എല്ലാ ദിവസവും തെറ്റുന്നുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ മ്യൂസിക്കിന്റെ കാര്യം സംസാരത്തിലുണ്ടായിരുന്നു, എങ്ങനെയാ ചെയ്യുന്നത്, എന്താണ് പരിപാടി. അപ്പോ അത് ശബരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയുന്നത് എന്താ, ഏതോ മ്യൂസിക് ഡയറക്ടറിനെ ശബരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു നമ്മുടെ മനസ്സിലുള്ളൊരു സംഭവം. പക്ഷെ AI സോങ് കിട്ടി കഴിഞ്ഞിട്ടാണ് ശബരി പറയുന്നത് AI സംഭവം. പക്ഷെ അത് തോന്നിയില്ല സത്യം പറഞ്ഞ. 5 സോങ് കേട്ടപ്പോ തന്നെ എല്ലാ സോങ്ങും അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി. കേട്ട പാട്ടുകൾ വായിൽ ഇപ്പൊ എന്റെ വീട്ടുകാർ വരെ പാടുന്നുണ്ട് ഒരു പോയിന്റില്. അത് വേറെ കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കുക, എന്താ വെച്ചാൽ സോങ്സിന്റെ ഇതൊക്കെയായിട്ട്. അപ്പോ അങ്ങനെ പാടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ വിജയിച്ചു, അല്ലെങ്കിൽ ശബരി ആ ഒരു ടാസ്കിൽ വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഞെട്ടിയതായ ഒരു സംഭവത്തില് അത് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് നെഗറ്റീവ് ആയിരുന്നു മൈൻഡ്. കാരണം സോങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതായിരുന്നു അടുത്ത ചോദ്യം ചോദിക്കാൻ വന്നത്. നെഗറ്റീവ് അടിച്ചു എനിക്ക്. കാരണം ഇത് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പോലെ ആവുമോ എന്ന് പറയുമ്പോൾ. പക്ഷെ സോങ് കേട്ടപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നല്ല, നമ്മള് പ്രതീക്ഷകളും മുകളിൽ വന്നു. അതായത് നമ്മള് സോങ് എന്ന് പറയുമ്പോ നമ്മള് മൈൻഡിൽ വിചാരിച്ചാൽ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു സംഭവം എന്നാ വിചാരിച്ചേ. അതിനേക്കാളൊക്കെ ഇതായിട്ട് ചെയ്തു. അപ്പൊ അവിടെയും
ഇവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഇഷ്ടംപോലെ സിനി ഫാൻസ് ആൾക്കാരെ കണ്ടാവും, ഇഷ്ടംപോലെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവും ലൈഫിൽ, ഷോർട്ട് ഫിലിമിനായാലും സിനിമയിലായാലും. പക്ഷെ അതൊക്കെ ഡിസ്കഷനിൽ അവസാനിക്കും. പക്ഷെ അത് പ്രൊജക്റ്റ് ആയിട്ട് അത് അവസാനിച്ചു എന്നുള്ളതാണ് ഇതിലാകെ ഒരു നമ്മൾ പറയുന്ന ഒരു, അല്ലാതെ വലിയ അവകാശവാദങ്ങളോ ഇത് അങ്ങനത്തെ കാര്യങ്ങളോ നമ്മൾ പറയുന്നില്ല. പ്രൊജക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, കംപ്ലീറ്റ് ചെയ്താൽ ഒട്ടെടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്ന് കേൾക്കുമ്പോ തന്നെ ആദ്യം മനസ്സിലേക്ക് വരാന്നിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ മലയാളം സോങ് പാടി, അല്ലെങ്കിൽ മെസ്സി പാടി, അങ്ങനെയൊക്കെ അതുപോലത്തെ സാധനങ്ങളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനൊരു സംഭവം വന്നപ്പോഴേ അത് ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു. അതിൽ വിജയിച്ചു എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. എനിക്ക് തോന്നുന്നു പാട്ടയച്ചപ്പോഴേ പ്ലേ ചെയ്യുമ്പോ മോദി പാടുന്ന ചേർക്കുന്ന ശബരി മോദി എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെയായിരുന്നു. ഐ മീൻസ് ഇപ്പൊ അപ്പൊ പറയണ്ട അതുപോലെ പറയട്ടെ, ലെങ്ത് കൂടുതൽ. അതായത് ഭയങ്കര സർപ്രൈസിങ് ആണ്. കാരണം ഇപ്പൊ ജോസഫിനൊക്കെ എന്ന് വെച്ചാൽ അത്രയും ഫ്രണ്ടാണ്. അപ്പൊ ഒബ്വിയസ്ലി ഒരു പക്ഷേ സജഷൻ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു 50 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ 50 പേരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, പല പരിമിതികളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അപ്പോൾ നമ്മളൊരു ഓഡിയൻസ് എന്ന രീതിക്ക് കാണണം. അപ്പൊ നമുക്കും ആ എ ഐ ആയിട്ടാണെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ആ ഓഡിയൻസിന് ഉണ്ടാകുന്ന റിയാക്ഷൻ ആയിരിക്കും നമുക്കും. കാരണം ഇതുവരെ നമുക്ക് അതുപോലെ ഒരു വേറൊരു സിനിമയിൽ നമ്മൾ അങ്ങനെ കേട്ട് പരിചയമുള്ളതല്ല. അപ്പൊ അവർക്ക് എന്തുണ്ടാവുന്നു അതേ ഫീലിംഗ് ആയിരിക്കും ഒരു പക്ഷെ നമുക്കും വരുന്നത്. അപ്പൊ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ ഇതിനു മുന്നേ ഇപ്പൊ നമ്മൾ ഇത്തരം ഫീൽഡിൽ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റു പലരും ചോദിക്കുമ്പോൾ എന്തെങ്കിലും സിനിമ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഈ ഇടയ്ക്ക് AI സോങ്സ് ആയിട്ട് ഇറങ്ങിയൊരു സിനിമ വന്നിട്ടുണ്ട്, ന്യൂസിലുണ്ടായിരുന്നു, അപ്പൊ അതറിയോ, അങ്ങനെ നമുക്ക് ചോദിക്കാനുള്ള ഒരു സ്പേസും അത് നമുക്ക് തന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ചതിച്ചില്ല അല്ലേ? സോങ് കേട്ടിരുന്നു. ആ, എനിക്ക് മറ്റേ നിങ്ങളുടെ ട്രെയിലറിലെ സോങ് ഇഷ്ടപ്പെട്ടത്. അല്ല, അതിലത്തെ വേറെ സർപ്രൈസിങ് എലമെന്റ് എന്താന്ന് വെച്ചാൽ ഈ AI സോങ് നമ്മള് പാടി അതിന്റെ വിഷ്വൽസും നമ്മൾ എടുത്തു. അപ്പൊ അതും ഒരു ഇതാണ്. സാധാരണ ഇപ്പൊ ഓക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തു, ഒരു AI സോങ് ഇറക്കി, പക്ഷെ അതിൽ ലിപ്സിംഗും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോ അങ്ങനെ ഒരു സാധനം കൂടി ചെയ്തു. അല്ല ഒരു ലിപ്സിംഗ് പാടിയുള്ള പാട്ട് അതെടുത്ത് പറയാൻ പറഞ്ഞില്ലേ, പറഞ്ഞു. എളുപ്പല്ല. അത് തന്നെയാണ്. കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് പ്ലേ ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നതും ലിപ്സിംഗ് ചെയ്യാന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. അല്ല അത് ഇവൻ അഭിനയിച്ചപ്പോ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയ സംഭവം കേട്ടോ. അത് ലിറിക്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ലിറിക്സ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഷൂട്ട് നടക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്തു. പക്ഷെ ഇവൻ അത് കാണാപ്പാടം പഠിച്ചു വന്നിരിക്കുക. അപ്പൊ അത് കറക്റ്റ് ഏനെ വെല്ലുന്ന രീതിയിൽ ചില സ്ഥലത്ത് ബ്രത്തിന്റെ ഒരു പ്രശ്നം വരും. ആൾക്ക് കട്ടി ഡയലോഗ്സ് ഒക്കെ ഉണ്ട് കാണാപ്പടം പഠിക്കാൻ. നമ്മുടെ സിനിമയിലാണെങ്കിലും അതെ. അപ്പൊ ഇതിലും നമ്മൾ സോങ് ഒക്കെ ഉണ്ട്, അപ്പൊ ഉഷാറാക്കിയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞല്ലോ, അപ്പൊ എന്താണ് മനസ്സിലിപ്പോൾ ഉള്ളത്? അതായത് സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം ഇപ്പോഴുള്ളത്? കറക്റ്റ് ഒരു കൊല്ലാണ് ഇതിപ്പോ തുടങ്ങി. സിനിമ ഐഡിയയിലുണ്ട്, ഐഡിയൻസ് സിനിമ ചെയ്യാം ഇവരൊക്കെ വിളിച്ച് ക്ലബ് ചെയ്തിട്ട് നവംബറിൽ തന്നെയാണ്. ഇപ്പൊ നവംബറിലും പടം ഇറങ്ങിയപ്പോ സന്തോഷമാണ്. ബേസിക്കലി ഇത് എഫേർട്ട്, ഇത്രയും നാളത്തെ എഫേർട്ട് ഇനിയാണ് കിടന്ന് ഉറങ്ങണത് ശരിക്കും. സിനിമകളുണ്ട്, അതിപ്പോ പല റീസൺസും ഉണ്ടായിരിക്കാം. അപ്പോ ഇറക്കാൻ പറ്റുക പറയുന്നത് തന്നെയാണ് അതിന്റെ വലിയൊരു കാര്യം. ഷൂട്ട് ചെയ്യുന്നതല്ല, ഇത് ഇറക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രഷർ. എളുപ്പല്ല, ഇത് അംഗീകരിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മള് 10 സിനിമ ചെയ്തു ഇറക്കിയില്ല എന്ന് പറഞ്ഞ പോലില്ല. ഒരു സിനിമ ചെയ്ത് ഇറക്കി എന്ന് പറയുമ്പോ അത് എനിക്ക് തന്നെ ഞാൻ ഇപ്പൊ ബഹുമാനിക്കും. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ, എത്ര ട്രാവൽ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്ഥലത്തല്ല, പല പോയിന്റ്സ് ഉണ്ട് ഇതിന്. അത് ഡീറ്റെയിലേക്ക് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് മനസ്സിലായി, നമ്മള് പൊതുവെ തമാശക്ക് പറയും പടം പെട്ടിയിലായി. പക്ഷെ ഇപ്പൊ മനസ്സിലായി ആ പെട്ടിയിലാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ അതിന്റെ ബേസിക് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാത്തിനും സെയിം. പിന്നെ അതിന്റെ സ്കെയില് വ്യത്യാസം വരുന്നുള്ള, വലിയ ബഡ്ജറ്റുള്ള പടമാകുമ്പോൾ അതിനനുസരിച്ചുള്ള അതിന്റെ കാര്യങ്ങൾ കൂടും. പക്ഷെ അതിന്റെ പ്രഷർ സെയിം ആണ്. പിന്നെ പ്രൊഡ്യൂസർ, ഡയറക്ടർ എല്ലാ പ്രഷറും കൂടി ഒരുമിച്ച്. അപ്പൊ ഇത്രയും വിശേഷങ്ങൾ കേട്ടപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടാവും. എവിടെയാണ് നിങ്ങളുടെ കലക്ക് സിനിമ കാണാൻ പറ്റുക? പ്രേക്ഷകർക്ക് ഇത് ABC Talkies എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു OTT പ്ലാറ്റ്ഫോമാണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതിന്റെ വെബ്സൈറ്റിലും കയറി കാണാം. ഈസി ലോഗിൻ ആണ്, ലോകത്തുള്ള എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് പടം ആരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ഇതിനൊരു ക്യൂരിയോസിറ്റി തോന്നിയ ഒരാളെ എവിടെയാണെങ്കിലും അവർക്ക് ഇത് കാണാം. മലയാളികൾക്ക് എല്ലായിടത്തും ഏത് ഭാഷക്കാർക്കും കാണാം, മനസ്സിലാവണം. അപ്പൊ ഇത്രയും സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സിനിമ കാണാൻ തന്നെയാണ് പറയുന്നത്. ഇത്രയും ഒരു ടീം വർക്ക്, ഒരു എഫേർട്ട്, പിന്നെ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്തായാലും കാണണം.
അല്ല ഈ ചെയ്യണം ആഗ്രഹിച്ചിരിക്കുന്നുണ്ടോ, അപ്പൊ അവർക്കത് കാണുമ്പോൾ ഇതിനേക്കാൾ നന്നായി ചെയ്യണം തോന്നുള്ളൂ. അതാണ് ഏറ്റവും സംഭവം. അത് ഇതുപോലെ ചെയ്യണല്ലോ, ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ തോന്നും, ഒബ്വിയസ്ലി തോന്നും. അപ്പൊ ഒരു ബുക്കാണോ? ബുക്കല്ല, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവാം. നമുക്കൊന്ന് ചാടി ഒന്ന് എത്തിച്ചു നോക്കണം തോന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കല്ലിട്ട് നോക്കില്ലേ, എന്താണ് എന്റെ അപ്പുറത്ത് ഈ ലോകം, ഏരിയയിൽ കിടക്കാൻ പറ്റുന്നില്ല. അവൻ വരെ ചെയ്തു അങ്ങനെ ചിന്തിക്കാലോ. ഇവന്മാർക്കൊക്കെ അഭിനയിക്കും. അപ്പൊ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും കാണണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കും എന്തായാലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ കലക്ക് സിനിമ എന്തായാലും കലക്കട്ടെ. താങ്ക് യു.